ഉത്തരേന്ത്യയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമായി കനത്ത മഴ തുടരുന്നു. ജമ്മു കശ്മീരിലും നാഗാലാൻഡിലുമായി 27 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം രൂപപ്പെട്ടതാണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയത്. ഉത്തരേന്ത്യയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമായി കനത്ത മഴ തുടരുകയാണ്. കനത്ത മഴയിൽ 27 മരണം റിപ്പോർട്ട് ചെയ്തു. മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം രൂപപ്പെട്ടതാണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയതെന്നാണ് പറയുന്നത്. ജമ്മു കശ്മീരിൽ മാത്രം 14 പേർ മരിച്ചു. നാഗാലാൻഡിൽ 8 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഉത്തരാഖണ്ഡിലാകട്ടെ 2 പേരും മരിച്ചു. കനത്തു പെയ്യുന്ന മഴയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജമ്മു കശ്മീരിലെ ജമ്മു മേഖലയിലാണ്. കഴിഞ്ഞ ദിവസം 4 ഇടങ്ങളിലായി ഉണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്നാണ് മിന്നൽ പ്രളയം രൂപപ്പെട്ടത്. ഇതാണ് ഏറെക്കുറെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയതായി പറയുന്നത്. മഴക്കെടുതിയിൽ മുങ്ങി രജൌരി, പൂഞ്ച് അതിർത്തി ജില്ലകൾ. നിരവധി വീടുകൾ തകരുകയും വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ടു പോവുകയും ചെയ്തു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലടിയിലായിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഇതിനിടയിൽ മാറ്റിപ്പാർപ്പിച്ചു. അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ നദികളിലെ ജലനിരപ്പ് ഉയരുന്നത്. ആയതിനാൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അധികൃതർ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാഗാലാൻഡിലും മഴക്കെടുതി വലിയ നാശനഷ്ടം വിധിച്ചിട്ടുണ്ട്. മോൺ ജില്ലയിലുണ്ടായ വൻ മണ്ണിടിച്ചിലാണ് 8 പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ സേന, പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ സ്ഥലത്ത് നടത്തുന്നത്. മോശം കാലാവസ്ഥയും തുടർച്ചയായ മഴയും രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. മരണസംഖ്യ ഇനിയും ആശങ്കയാകും വിധം ഉയർന്നേക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ മിന്നലേറ്റ് 2 പേർ മരിച്ചു. ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും വരും മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. വരും ദിവസങ്ങളിലും മഴ തുടരുകയാണെങ്കിൽ അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് കൂടുതൽ ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികൾ വേഗത്തിലാക്കും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.